മുല്ലപ്പൂവിൻ്റെ സൗരഭ്യം നിറഞ്ഞ ദയ എന്ന ശാന്തമായ ഗ്രാമത്തിൽ പ്രിയ എന്ന ബഹുമാനിയായ സെൻഗുരു ജീവിച്ചിരുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെക്കുറിച്ചുള്ള അനുകമ്പയുള്ള മാർഗനിർദ്ദേശത്തിന് പേരുകേട്ട മാസ്റ്റർ പ്രിയ എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകരെ സ്വാഗതം ചെയ്തു. ദുഃഖത്തിൻ്റെ പ്രക്ഷുബ്ധമായ കടലിൽ എങ്ങനെ സഞ്ചരിക്കാമെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ വാഗ്ദാനം ചെയ്തു. ഒരു ദിവസം ആരവ് എന്ന ചെറുപ്പക്കാരനും ദുഃഖിതനുമായ ഒരു യുവാവ് ദുഃഖത്താൽ ഭാരപ്പെട്ട ഹൃദയവുമായി മാസ്റ്റർ പ്രിയയെ സമീപിച്ചു. മാസ്റ്റർ ആരവ് പറഞ്ഞു. അവൻ്റെ സ്വരത്തിൽ വേദന നിറഞ്ഞു. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചുപോയാൽ ഒരാൾ എങ്ങനെ സങ്കടം സഹിക്കും? യുഗങ്ങളുടെ ജ്ഞാനം ഉൾക്കൊള്ളുന്ന കണ്ണുകളോടെ മാസ്റ്റർ പ്രിയ നിത്യജീവന്റെ പ്രതീകമായ ഒരു വിശുദ്ധ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കാൻ ആരവിനോട് ആംഗ്യം കാട്ടി. ആരവ് മാസ്റ്റർ പ്രിയ പറഞ്ഞു തുടങ്ങി. അവളുടെ ശബ്ദം ഒരു കാറ്റുപോലെ മൃദുവായി. ദുഃഖത്തെ കൃപയോടെ കൈകാര്യം ചെയ്യുന്ന കല ഞാൻ നിങ്ങളുമായി പങ്കിടാം. ഒന്ന്, വേദന അംഗീകരിക്കുക. ആ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മാസ്റ്റർ പ്രിയ സങ്കടം അംഗീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ആരവ് രോഗശാന്തിയുടെ ആദ്യപടി വേദനയെ അംഗീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ വികാരങ്ങളുടെ ആഴം അനുഭവിക്കാൻ നിങ്ങളെ അനുവദിക്കുക. ദുഃഖം നഷ്ടത്തോടുള്ള സ്വാഭാവിക പ്രതികരണമാണ്. വിലപിക്കുന്നത് ശരിയാണ്. 2, നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പൂന്തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ മാസ്റ്റർ പ്രിയ ആവിഷ്കാരത്തിൻ്റെ രോഗശാന്തി ശക്തിയെക്കുറിച്ച് സംസാരിച്ചു. ആരവ് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു മാർഗം കണ്ടെത്തുക. ജേർണലിങ്ങിലൂടെയോ സുഹൃത്തിനോട് സംസാരിക്കുന്നതിലൂടെയോ കലാസൃഷ്ടികളിലൂടെയോ ആകട്ടെ, നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് വൈകാരിക ഭാരം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. 3, സ്മരണയ്ക്കായി ഒരു വിശുദ്ധ ഇടം സൃഷ്ടിക്കുക. പവിത്രമായ പീപ്പിൾ മരത്തിൻ്റെ തണലിൽ മാസ്റ്റർ പ്രിയ സ്മരണയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. ആരവ് സ്മരണക്കായി ഒരു പുണ്യസ്ഥലം സൃഷ്ടിക്കുക. ചിത്രങ്ങളും സ്മരണികകളും കൊണ്ട് അലങ്കരിച്ച നിങ്ങളുടെ വീട്ടിലെ ഒരു മൂലയായിരിക്കാം അത്. ഈ ഇടം ഓർമ്മകൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സങ്കേതമായി മാറുന്നു. 4, ശ്രദ്ധാപൂർവമായ ശ്വസനം പരിശീലിക്കുക. ശാന്തമായ ഒരു കുളത്തിലൂടെ കടന്നു പോകുമ്പോൾ മാസ്റ്റർ പ്രിയ മനഃപൂർവമായ ശ്വസന രീതി അവതരിപ്പിച്ചു. അത്യധികമായ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ ശ്രദ്ധാപൂർവമായ ശ്വസനത്തിലേക്ക് തിരിയുക. ആഴത്തിൽ ശ്വസിക്കുക. ശ്വാസം നിങ്ങളുടെ ശ്വാസകോശത്തിൽ നിറയുന്നത് അനുഭവിക്കുക. സാവധാനം ശ്വാസം വിടുക. ഈ ലളിതമായ പ്രവൃത്തി നിങ്ങളെ വർത്തമാനകാലത്ത് നങ്കൂരമിടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു. 5, അവരുടെ ജീവിതം ആഘോഷിക്കുക. ഒരു ക്ഷേത്രത്തിന് സമീപം ഇരുന്നു കൊണ്ട് മാസ്റ്റർ പ്രിയ ആഘോഷത്തെക്കുറിച്ച് സംസാരിച്ചു. ആരവ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ജീവിതം ആഘോഷിക്കൂ. നിങ്ങൾ പങ്കിട്ട സന്തോഷത്തിൻ്റെയും ചിരിയുടെയും സ്നേഹത്തിൻ്റെയും നിമിഷങ്ങൾ ഓർക്കുക. അവരുടെ ജീവിതം ആഘോഷിക്കുന്നത് അവരുടെ ഓർമ്മകളെ ബഹുമാനിക്കുകയും അവരുടെ യാത്രയുടെ നല്ല വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നു. 6, പ്രിയപ്പെട്ടവരിൽ നിന്ന് പിന്തുണ തേടുക. പൂക്കുന്ന ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിൽ പിന്തുണ തേടേണ്ടതിൻ്റെ പ്രാധാന്യം മാസ്റ്റർ പ്രിയ ഊന്നി പറഞ്ഞു. ആരവ് സങ്കടത്തിൻ്റെ ഭാരം മാത്രം താങ്ങരുത്. പ്രിയപ്പെട്ടവരിലേക്ക് എത്തുക. നിങ്ങളുടെ വികാരങ്ങൾ പങ്കിടുക. അവരുടെ പിന്തുണ നിങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തിന് സുഗന്ധമാകട്ടെ. ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. 7, അനുകമ്പയുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുക. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ മാസ്റ്റർ പ്രിയ അനുകമ്പയുടെ പരിവർത്തന ശക്തിയെക്കുറിച്ച് സംസാരിച്ചു. ആരവ് നിങ്ങളുടെ ദുഃഖം കാരുണ്യ പ്രവൃത്തികളാക്കി മാറ്റുക. മറ്റുള്ളവരെ സഹായിക്കുക. സന്നദ്ധ സേവനം ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ആരുടെയെങ്കിലും കൂടെ ആയിരിക്കുക എന്നിവ നിങ്ങളുടെ ഹൃദയത്തിൽ ലക്ഷ്യബോധവും രോഗശാന്തിയും കൊണ്ടുവരും. നക്ഷത്രങ്ങൾ രാത്രി ആകാശത്തെ അലങ്കരിക്കുമ്പോൾ വിശ്രമം കണ്ടെത്തുന്ന ഒരു ക്ഷീണിതനായ യാത്രക്കാരനെ പോലെ ആരവ് മാസ്റ്റർ പ്രിയയുടെ പഠിപ്പിക്കലുകൾ ഉൾക്കൊണ്ടു. ആ ദയ എന്ന ഗ്രാമം സെൻഗുരുവിൻ്റെ കാലാതീതമായ ജ്ഞാനത്താൽ പ്രതിധ്വനിച്ചു. ദുഃഖത്തിൽ നിന്ന് മോചനം തേടാനുള്ള വഴി തേടുന്ന എല്ലാവർക്കും സാന്ത്വനമേകി. ആരവ് മാസ്റ്റർ പ്രിയ രാത്രിയുടെ നിശബ്ദതയിൽ മന്ത്രിച്ചു. ദുഃഖം ഒരു യാത്രയാണ്, ഒരു ലക്ഷ്യസ്ഥാനമല്ല. വേദനയെ ഉൾക്കൊള്ളുക. നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. രോഗശാന്തി തിരമാലകളായി വരുന്നുണ്ടെന്ന് ഓർക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ഈ പാത്രത്തിൽ ജീവിക്കുന്നു. ആ ഓർമ്മകളും അവിടെയുണ്ട്.
ദയയുടെ ഹൃദയഭാഗത്ത് ശോകത്തിൻ്റെ തിരമാലകളെ വകഞ്ഞു മാറ്റി കൃപയോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി ഒരു പുതുമയുള്ള ബോധത്തോടെ ആരവ് നടന്നു നീങ്ങി. നഷ്ടത്തിൻ്റെ മുഖത്ത് ആശ്വാസം തേടിയവർക്കെല്ലാം പ്രത്യാശയുടെ വെളിച്ചമായ ജ്ഞാനിയായ സെൻ മാസ്റ്ററുടെ പഠിപ്പിക്കലുകൾ ഗ്രാമം സ്വീകരിച്ചു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.